ഞാൻ നിങ്ങൾക്ക് ഒരു കഥ പറഞ്ഞുതരാം. എൻ്റെ ഒരു ഫ്രണ്ടാണ്. പുള്ളിക്കാരിയുടെ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ വെയിറ്റ് കുറയ്ക്കണം, ബോഡി ഒന്ന് ടോൺ ചെയ്യണം. 2 C-സെക്ഷൻ ഒക്കെ കഴിഞ്ഞ ആളാണ്. പക്ഷെ അവളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹെവി വർക്കൗട്ടും ജിമ്മും ഒന്നും പറ്റില്ല. ഭയങ്കര വെയിറ്റ് ലിഫ്റ്റിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറ്റില്ല. എക്സ്ട്രീം ഡയറ്റിംഗ് പറ്റില്ല. അങ്ങനെ അതായത് ഇന്ന ഭക്ഷണം ഇത്ര അളവിൽ ഇത്ര ഈ നേരങ്ങളിലൊക്കെ കഴിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ അവർക്ക് തലവേദന വരും. അപ്പൊ അവൾ ഒരു ദിവസം എൻ്റെ അടുത്ത് ചോദിച്ചു, അധികം ബുദ്ധിമുട്ടാതെ ഇങ്ങനെ എക്സ്ട്രീം വർക്കൗട്ടും ഡയറ്റും ഒന്നും ഇല്ലാതെ നമ്മുടെ ബോഡിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പൊ അവളുടെ അടുത്ത് ഞാൻ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവളുടെ അടുത്ത് മാത്രമല്ല ഈ സെയിം കാര്യം ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്, ഒരുപാട് ക്ലയൻസും ഉണ്ട്. അപ്പൊ അവരുടെ അടുത്തൊക്കെ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡെയിലി ഒരു 10K സ്റ്റെപ്സ് എടുക്കാൻ റെഡിയാണോ? അത് ഒരുപാട് ദിവസമൊന്നും വേണ്ട, ജസ്റ്റ് ഒരു 14 ഡേയ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ റെഡിയാണോ? 10K സ്റ്റെപ്സ് നമ്മളിങ്ങനെ ഒരുമിച്ച് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അത് പ്രാക്ടിക്കലായിട്ട് ചെയ്യാനായിട്ട് ഒരുപാട് വഴികളും ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. അപ്പൊ അവൾ അത് ചെയ്യാൻ ഓക്കെ ആയിരുന്നു. അതിന്റെ കൂടെ ടിപ്പിക്കൽ നമ്മൾ വീട്ടിൽ കഴിക്കുന്ന ആഹാരങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ ഡയറ്റും. അപ്പൊ അത് അവള് 14 ഡേയ്സ് കറക്റ്റ് ആയിട്ട് ചെയ്തു. അവള് മാറ്റി വെച്ചൊരു ജീൻസ് അവൾക്ക് ഇടാൻ പറ്റി. 14 ദിവസത്തിന് ശേഷം ഒരു ലൈറ്റ് ഫീലിംഗ് ആയിരുന്നു അവൾക്ക് ഉണ്ടായിരുന്നത്. പലരും വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വണ്ണം കുറയ്ക്കാനായിട്ട് ഭയങ്കര എക്സ്ട്രീം ഡയറ്റും വർക്കൗട്ടും ഒക്കെ ആവശ്യമാണെന്നാണ്. പക്ഷെ അധികം പൈസ ചെലവില്ലാതെ, എന്താ പറയുക, അധികം കഷ്ടപ്പാടൊന്നും ഇല്ലാതെ വാക്കിംഗ് കൊണ്ട് മാത്രം നമ്മുടെ ബോഡിയിൽ ഒരുപാട് അത്ഭുതങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. എന്റെ വെയിറ്റ് ലോസ് ജേർണിയിൽ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്ത ഒരു മെത്തേഡാണ് വാക്കിംഗ്. അപ്പൊ ഈ വാക്കിംഗ് കൊണ്ട് എന്ത് അത്ഭുതമാണ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കാൻ പറ്റുകയെന്ന് ഞാൻ നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞുതരാം. അതായത് ഇത്ര ദിവസങ്ങൾക്കുള്ളിൽ എന്ത് മാറ്റം, ഇത്ര ദിവസങ്ങൾക്കുള്ളിൽ എന്ത് മാറ്റം, ആ രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ ആദ്യത്തെ 1 to 3 ഡേയ്സ്, ഈ 3 ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 10K സ്റ്റെപ്സ് വെച്ച് നടക്കുകയാണെങ്കിൽ എന്താണ് നിങ്ങളുടെ ശരീരത്തിൽ മാറ്റങ്ങൾ വരിക എന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഈ വീഡിയോ അവസാനം വരെ കാണുക. ഈ വീഡിയോ തീരുമ്പോഴേക്കും നിങ്ങളുടെ 10K സ്റ്റെപ്സ് എടുക്കാനായിട്ട് മനസ്സുകൊണ്ട് റെഡി ആയിരിക്കും. അപ്പൊ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദി വീഡിയോ. അപ്പൊ ഓക്കെ, നമ്മൾ ഡെയിലി 10,000 സ്റ്റെപ്സ് എടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ഡേ 1, ഡേ 2, ഡേ 3 കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പൊ ഈ 3 ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് എന്ത് മാറ്റം വരും ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ 2 ഡേയ്സ് ഒക്കെ കഴിയുമ്പോഴേക്കും നിങ്ങളുടെ കാലിന് അത്യാവശ്യം നല്ല വേദനയും മസിൽ ക്രാംസും ഒക്കെ ഉണ്ടാവും. ഇത് എന്തിനാണ് ചെയ്യുന്നത് എന്നുള്ളൊരു തോട്ട് ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ മൂന്നാമത്തെ ദിവസം വരെ നിങ്ങൾ എത്തുകയാണെങ്കിൽ മസിൽ ക്രാംസും കാര്യങ്ങളൊക്കെ പയ്യെ കുറഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, നിങ്ങൾ ഡെയിലി 10K സ്റ്റെപ്സ് എടുക്കുകയാണ്, കൂടുതൽ ഓക്സിജൻ നിങ്ങളുടെ ശരീരത്തിലോട്ട് എത്തുകയാണ്. അപ്പൊ അതൊരു പുതിയ ഉണർവായിരിക്കും നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടാക്കുന്നത്. രാവിലെ ആവട്ടെ വൈകുന്നേരം ആവട്ടെ നടന്നു വരുമ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു എനർജറ്റിക് ഫീലിംഗ് ആയിരിക്കും. ഒരു നല്ലൊരു കപ്പ് ചായ കുടിച്ചതിനേക്കാളും നല്ലൊരു ഉന്മേഷമായിരിക്കും നിങ്ങൾക്ക് വാക്കിംഗ് ചെയ്ത് വരുമ്പോൾ കിട്ടുന്നത്. ഈ 4th ഡേ മുതൽ 7th ഡേ വരെ നിങ്ങൾ ഫസ്റ്റ് 3 ഡേയ്സ് ഫിനിഷ് ചെയ്തു. പിന്നെ 4th ഡേ മുതൽ 7th ഡേ വരെ ഇത് 10K സ്റ്റെപ്സ് ഫിനിഷ് ചെയ്യുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും നോക്കാം. ഈ ഒരു ദിവസങ്ങൾ കൊണ്ട് നിങ്ങളുടെ ദഹനവും ഉറക്കവും പ്രോപ്പർ ട്രാക്കിലോട്ട് വരും. ഈ 4-5 ദിവസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങളുടെ ദഹനം ട്രാക്കിലായിട്ട് മാറുന്നത്, ഇൻഡൈജഷൻ ഒക്കെ മാറുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനൊക്കെ നല്ലൊരു മൂവ്മെന്റ് കിട്ടുകയാണ്. അപ്പൊ നമുക്ക് ഗ്യാസ് ഇഷ്യൂസ്, ബ്ലോട്ടിംഗ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പമ്പ കിടക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, നമ്മൾ ഡെയിലി 10K സ്റ്റെപ്സ് എടുക്കുന്നതുകൊണ്ട് നമ്മൾ കിടക്കുന്ന നേരത്തെ തന്നെ നമ്മളടുത്ത് ഉറങ്ങിപ്പോകാനുള്ള ഒരു സുഖകരമായിട്ടുള്ള ഉറക്കം കിട്ടാനുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണ്. ഈ ഒരു പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കാലത്തിന് ശേഷം നിങ്ങൾക്ക് ചിലപ്പം വളരെ ശാന്തമായിട്ട് പീസ്ഫുൾ ആയിട്ട് ഉറങ്ങാനായിട്ട് പറ്റും. ഡേ 8 മുതൽ 11th വരെ ഈ ഒരു സമയമാകുമ്പോഴേക്കും ചിലപ്പം നടത്തം അല്ലെങ്കിൽ 10K സ്റ്റെപ്സ് കവർ ചെയ്യാന്നുള്ളത് നിങ്ങളുടെ ലൈഫിന്റെ ഒരു പാർട്ടായിട്ട് മാറിയേക്കാം, അല്ലെങ്കിൽ അതൊരു ഡെയിലി ഹാബിറ്റ് ആയിട്ട് മാറിയേക്കാം. നമ്മൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആക്റ്റീവ് ആയിട്ടിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഹാപ്പി ഹോർമോൺസ് അല്ലെങ്കിൽ എൻഡോർഫിൻസ് റിലീസ് ആവും. ഇത് നമ്മുടെ മനസ്സിലുള്ള അനാവശ്യമായിട്ടുള്ള ടെൻഷനും ഓവർ തിങ്കിങ്ങും ദേഷ്യവും ആൻസൈറ്റിയും ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കും. ശരിക്കും പറഞ്ഞാൽ ഒരു മെന്റൽ റീഫ്രഷ്മെന്റ് ആയിരിക്കും ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുക. ഇനി 12 മുതൽ 14 വരെയുള്ള ദിവസങ്ങളിലായിരിക്കും നിങ്ങളുടെ ബോഡിയിൽ റിയൽ ആയിട്ടുള്ള മാറ്റങ്ങൾ കാണാൻ പറ്റുക. നിങ്ങളൊരു 14th ഡേ കണ്ണാടിയിൽ ചെന്ന് നോക്കുമ്പോൾ അല്ലെങ്കിൽ വെയിങ് മെഷീനിൽ നോക്കുമ്പോൾ ഒരു നല്ലൊരു മാറ്റമായിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുക. ബോഡി ഇഞ്ചസ് റെഡ്യൂസ് ആയിട്ടുണ്ടാവും, നിങ്ങളുടെ എനർജി ലെവലിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും, നിങ്ങളുടെ സ്റ്റാമിന ബൂസ്റ്റ് ആയിട്ടുണ്ടാവും, നിങ്ങൾ കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആയതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം. ചിലപ്പോൾ നിങ്ങൾ കുറച്ച് ടൈറ്റ് ആയത് കാരണം മാറ്റി വെച്ച ആ ഒരു നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് ഫിറ്റ് ആവാൻ തുടങ്ങും. ഒരുപാട് വലിയ മാറ്റങ്ങളൊന്നുമല്ല, പക്ഷേ ഈ ഒരു 14 ഡേയ്സ് കൊണ്ട് നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടായ മാറ്റങ്ങൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിലുള്ളതായിരിക്കും. അതുപോലെ നിങ്ങളുടെ ബെല്ലി ഏരിയ കുറച്ചുകൂടെ ഫ്ലാറ്റ് ആയതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. നിങ്ങളുടെ മുഖത്ത് ആ ഒരു പഫിനെസ്, നീർക്കെട്ടൊക്കെ മാറി മുഖം ഒന്ന് ഫ്രഷ് ആൻഡ് ഗ്ലോ ആയതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഈ 10K സ്റ്റെപ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന്. ഇതെങ്ങനെയാണ് പ്രാക്ടിക്കലായിട്ട് പോസിബിൾ ആക്കുക എന്നുള്ള കാര്യം ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒന്നിച്ച് 10,000 സ്റ്റെപ്സ് എടുക്കണം ഒരു നിർബന്ധവും ഇല്ല. അങ്ങനെ ചെയ്യുന്നവർക്ക് ചെയ്യാം. എന്താ പറയുക, ഒരു
30 to 40 മിനിറ്റ്സ് മേ ബി ഒരു മാക്സിമം 1 hour ഒക്കെ എടുത്തേക്കാം ഈ ഒരു 10,000 സ്റ്റെപ്സ് നമ്മൾ കവർ ചെയ്യാൻ. ഇനി ഇത് നിങ്ങൾക്ക് പോസിബിൾ അല്ലാന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക, രാവിലെ ഒരു 30 മിനിറ്റ്സ് നടക്കാൻ നോക്കുക, വൈകുന്നേരം ഒരു 30 മിനിറ്റ്സ് നടക്കുക. 30 മിനിറ്റ്സിൽ നമുക്കൊരു 3,000 to 5,000 സ്റ്റെപ്സ് ഒക്കെ ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റും. നമ്മൾ നടക്കുന്ന ഒരു പേസ് പോലെ ഇരിക്കുക, ഇങ്ങനെ ആടിപ്പാടിയൊക്കെ നടക്കുന്നതാണെങ്കിൽ നമുക്ക് ഒരിക്കലും 10,000 സ്റ്റെപ്പ് കവർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു 30 മിനിറ്റ്സ് ഒരു പേസിൽ നിങ്ങൾ നടക്കുകയാണെന്ന് വെച്ചാൽ ഒരു 3,000 to 5,000 സ്റ്റെപ്സ് ഈസി ആയിട്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അപ്പൊ രാവിലെ ഒരു 30 മിനിറ്റ്സ്, വൈകുന്നേരം 30 മിനിറ്റ്സ് നടക്കുകയാണെങ്കിൽ തന്നെ ഓൾമോസ്റ്റ് 10,000 സ്റ്റെപ്സ് ആയി. ഇനി ഇവൺ രാവിലെ നിങ്ങൾക്ക് ഒരു 20 മിനിറ്റ്സേ നടക്കാൻ പറ്റുന്നുള്ളൂ, അതായത് ഒരു 3,000 സ്റ്റെപ്സേ കവർ ചെയ്യുന്നുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാലും നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം, ലഞ്ച് കഴിഞ്ഞതിന് ശേഷം, ഡിന്നർ കഴിഞ്ഞതിന് ശേഷം ഒക്കെ ഒരു 10 മിനിറ്റ്സ് വെച്ച് നടക്കുക. 10 മിനിറ്റ്സിൽ നമുക്ക് ഈസി ആയിട്ട് 1000 സ്റ്റെപ്സ് കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ 3 നേരം നിങ്ങൾ ഒരു 10 മിനിറ്റ്സ് വെച്ച് നടക്കുകയാണെങ്കിൽ തന്നെ 3000 സ്റ്റെപ്സ് ആയി. ഇനി അതേപോലെ തന്നെ നിങ്ങൾ ഫോൺ ചെയ്യുമ്പം ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാതെ നടന്ന് സംസാരിക്കുക. ഓഫീസിലാണെങ്കിൽ എന്താ പറയുക, ലിഫ്റ്റിന് പകരം സ്റ്റെയർസ് കയറി ഇറങ്ങാൻ നോക്കുക. അടുത്തുള്ള കടകളിലൊക്കെ ആണെങ്കിൽ നടന്നു പോവുക. അപ്പൊ ഈ രീതിയിൽ നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ ഒരു 10 മിനിറ്റ്സ് നടക്കുമ്പോൾ തന്നെ 1000 സ്റ്റെപ്സ് ആയി. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ കൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഒരു ദിവസം കൊണ്ട് ഈസി ആയിട്ട് 10,000 സ്റ്റെപ്സ് കവർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പൊ എല്ലാവരുടെയും ഫോണിൽ സ്റ്റെപ്പ് കൗണ്ടിങ് ആപ്ലിക്കേഷൻസും അല്ലെങ്കിൽ അങ്ങനെയുള്ള സെറ്റിംഗ്സും ഒക്കെ അവൈലബിൾ ആണ്. ഈ രീതിയിൽ നിങ്ങൾ എത്ര സ്റ്റെപ്സ് കവർ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാം. അപ്പൊ ഈ വണ്ണം കുറയ്ക്കാനായിട്ട് ഭയങ്കരമായിട്ടുള്ള എഫേർട്ട് ഇടാൻ ഇഷ്ടമില്ലാത്തവർ, അതായത് ഹെവി വർക്ക്ഔട്ട്സും എക്സ്ട്രീം ഡയറ്റും ഒന്നും താല്പര്യമില്ലാത്തവർക്കാണെങ്കിൽ ഇതുപോലെയുള്ള ഈസി വേസ് ഫോളോ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ ഇതിന്റെ കൂടെ ഒരു കലറി ഡെഫിസിറ്റ് ഡയറ്റും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പൊ ഡയറ്റിന്റെ കാര്യത്തിൽ കോംപ്രമൈസ് ഒന്നും പാടില്ല. അപ്പൊ ഈ ചാലഞ്ച് ഏറ്റെടുക്കാൻ നിങ്ങൾ റെഡിയാണോ? അപ്പൊ ഇന്ന് മുതൽ അല്ലെങ്കിൽ നാളെ മുതൽ ഡെയിലി ഒരു 10K സ്റ്റെപ്സ്, അങ്ങനെ ഒരു കണ്ടിന്യൂസ് 14 ഡേയ്സ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഈ 14 ഡേയ്സ് 10K വാക്കിംഗ് ചാലഞ്ചിന് താല്പര്യമുള്ളവരൊക്കെ, റെഡി ആയിട്ടുള്ളവരൊക്കെ താഴെ ഐ എം റെഡി എന്നൊന്ന് കമന്റ് ചെയ്യുക. 14 ദിവസം കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങളുടെ ബോഡിയിലും നിങ്ങളുടെ സ്കിന്നിലും നിങ്ങളുടെ എനർജി ലെവലിലും ഒക്കെ ഉണ്ടായ മാറ്റം എന്താണെന്ന് ആ കമന്റിന് താഴെ തന്നെ നിങ്ങൾ എഡിറ്റ് ചെയ്ത് ചേർക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യുക. ഈ ഒരു ചാലഞ്ചിന് നിങ്ങളുടെ കൂടെ കൂടാൻ ചാൻസ് ഉള്ള ഫ്രണ്ട്സിനൊക്കെ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട്, പുതിയൊരു ടോപ്പിക് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഹാപ്പി വാക്കിംഗ്. എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കും. ബൈ.